അമ്മേ നാരായണ, ദേവി നാരായണ, ലക്ഷ്മി നാരായണ, ഭദ്രേ നാരായണ. അമ്മേ നാരായണ, ദേവി നാരായണ, ലക്ഷ്മി നാരായണ, ഭദ്രേ നാരായണ. ഓം ശ്രീ കുരുമ്പായേ നമഃ. ചരിത്രപ്രസിദ്ധമായ കുറ്റിലഞ്ഞി ചക്കനക്കാവ് ശ്രീ ഭഗവതി ക്ഷേത്രത്തിലെ ശ്രീമദ് ദേവി ഭാഗവത നവാഹയജ്ഞവും മുടിയേറ്റ് മഹോത്സവവും ഇന്ന് ഡിസംബർ 13 വെള്ളിയാഴ്ച മുതൽ കടന്നുവരുന്ന ഡിസംബർ 23 തിങ്കളാഴ്ച വരെ, വൃശ്ചികം 28 മുതൽ ധനു 8 വരെ ഏറ്റവും ശ്രേഷ്ഠഗംഭീരമായി ദേവീ ഭാഗവത ഘോഷയാത്ര, പ്രസാദ ഊട്ട്, കളമെഴുത്തും പാട്ടും, ഗുരുതി, ആധ്യാത്മിക പ്രഭാഷണങ്ങൾ, നാടൻ പാട്ടരങ്ങ്, ഓട്ടൻതുള്ളൽ, നൃത്തസന്ധ്യ, നാരായണീയ സദസ്സ്, ആൽത്തറമേളം, ബാലെ, മുടിയേറ്റ്, മുടിയുഴിയൽ തുടങ്ങി ഏറ്റവും മികവാർന്ന അനുഷ്ഠാന ചടങ്ങുകളും വിവിധ കലാപരിപാടികളുമൊക്കെയായി കുറ്റിലഞ്ഞിയുടെ സർവൈശ്വര്യ സമൃദ്ധിക്ക് നിദാനമായ നമ്മുടെ ഗ്രാമക്ഷേത്രത്തിൽ വച്ച് കുറ്റിലഞ്ഞി ചക്കനക്കാവ് ശ്രീ ഭഗവതി ക്ഷേത്രത്തിൽ നടക്കുമ്പോൾ എല്ലാ ഭക്തജനങ്ങളെയും അമ്മയുടെ നാമത്തിൽ സ്വാഗതം ചെയ്യുകയാണ്. നിത്യാനന്ദമയിയായി, നിത്യയായി, ബ്രഹ്മസംസ്തുതയായി, ചതുർവേദാത്മികയായി, ത്രൈലോക്യ പരിപാലിനിയായി, സർവസമ്പൽപ്രദായിനിയായി ഈ നാടിനെ കാത്തുരക്ഷിക്കുന്ന കുറ്റിലഞ്ഞി ചക്കനക്കാവ് ശ്രീ ഭഗവതി അമ്മയുടെ ചൈതന്യം നിറഞ്ഞു നിൽക്കുന്ന ഈ നാടിന്റെ പുണ്യമായ കുറ്റിലഞ്ഞിയുടെ സർവൈശ്വര്യ സമൃദ്ധിക്ക് നിദാനമായ നമ്മുടെ ഗ്രാമക്ഷേത്രത്തിൽ കുറ്റിലഞ്ഞി ചക്കനക്കാവ് ശ്രീ ഭഗവതി ക്ഷേത്രത്തിൽ ഇന്നു മുതൽ 2024 ഡിസംബർ 23 വരെ ശ്രീമദ് ദേവി ഭാഗവത നവാഹയജ്ഞവും മുടിയേറ്റ് മഹോത്സവവും നടക്കുകയാണ്. ഇന്ന് വെള്ളിയാഴ്ച വൈകുന്നേരം 7 മണിക്ക്, ഇന്ന് ഡിസംബർ 13 വെള്ളിയാഴ്ച വൈകുന്നേരം 7 മണിക്ക് തൃക്കാശ്രീ മഹാദേവ ക്ഷേത്രത്തിൽ നിന്നും താലപ്പൊലിയുടെയും പഞ്ചവാദ്യത്തിന്റെയും അകമ്പടിയോടെ ചരിത്രപ്രസിദ്ധമായ കുറ്റിലഞ്ഞി ശ്രീ ചക്കനക്കാവ് ശ്രീ ഭഗവതി ക്ഷേത്ര സന്നിധിയിലേക്ക് തൃക്കാരിയൂർ ശശിധര മാരാർ ആൻഡ് പാർട്ടിയുടെ പഞ്ചവാദ്യത്തിന്റെ അകമ്പടിയോടുകൂടി ദേവിയുടെ ചൈതന്യം നിറഞ്ഞു നിൽക്കുന്ന ദേവീ ഭാഗവത ഘോഷയാത്ര എത്തിച്ചേരുമ്പോൾ യജ്ഞവേദിയിൽ ഭദ്രദീപ പ്രോജ്വലനം നടത്തും മുൻ ശബരിമല മേൽശാന്തി ബ്രഹ്മശ്രീ പുത്തില്ലം മഹേഷ് നമ്പൂതിരി. തുടർന്ന് ഡിസംബർ 22 ഞായറാഴ്ച വരെ നടക്കുന്ന ശ്രീമദ് ദേവി ഭാഗവത നവാഹയജ്ഞത്തിന്റെ യജ്ഞാചാര്യ റിട്ടയേർഡ് പ്രിൻസിപ്പൽ ശ്രീമതി പത്മജത്തമ്പുരാൻ പാലക്കാട് ശ്രീമദ് ദേവി ഭാഗവത മഹാത്മ്യ പ്രഭാഷണം നടത്തും. റിട്ടയേർഡ് പ്രിൻസിപ്പൽ ശ്രീമതി പത്മജത്തമ്പുരാൻ പാലക്കാടാണ് യജ്ഞാചാര്യ. ശ്രീ സന്തോഷ് കുമാർ ചുള്ളപ്പിള്ളിയിൽ പുതിയേടം, ശ്രീകുമാരൻ നമ്പൂതിരി, നാഗഞ്ചേരി മന, ഇരിങ്ങോൾ തുടങ്ങിയവർ സഹ ആചാര്യന്മാരായി പങ്കെടുത്തുകൊണ്ട് ഓം ശ്രീ കുരുമ്പായേ നമഃ എന്ന മന്ത്രങ്ങൾ മുഴങ്ങുന്ന കുറ്റിലഞ്ഞി ചക്കനക്കാവ് ശ്രീ ഭഗവതി ക്ഷേത്രത്തിൽ ശ്രീമദ് ദേവി ഭാഗവത നവാഹയജ്ഞം നടക്കുമ്പോൾ, ഒപ്പം മുടിയേറ്റ് മഹോത്സവവും നടക്കുമ്പോൾ എല്ലാ ഭക്തജനങ്ങൾക്കും ഹൃദയപൂർവ്വം അമ്മയുടെ തിരുസന്നിധിയിലേക്ക് സ്വാഗതം. ധനു 8 2024 ഡിസംബർ 23 തിങ്കളാഴ്ചയാണ് മുടിയേറ്റ് മഹോത്സവം നടക്കുന്നത്. അന്ന് രാവിലെ 5:30 വിശേഷാൽ ഗണപതി ഹോമമുണ്ടാകും കുറ്റിലഞ്ഞി ചക്കനക്കാവ് ശ്രീ ഭഗവതി ക്ഷേത്രത്തിൽ. തുടർന്ന് രാവിലെ 6 മണി മുതൽ അംബികാ നാരായണീയ സമിതി നമ്പ്യാർ ചിറങ്ങരയുടെ നാരായണീയ സദസ്സും ഉച്ചയ്ക്ക് 1 മണിക്ക് മഹാപ്രസാദ ഊട്ടും. അന്ന് വൈകുന്നേരം 6:30 ഡിസംബർ 23 തിങ്കളാഴ്ച മുടിയേറ്റ് മഹോത്സവ ദിനത്തിൽ വൈകുന്നേരം 6:30 കുറ്റിലഞ്ഞി ചക്കനക്കാവ് ശ്രീ ഭഗവതി ക്ഷേത്രത്തിൽ വിശേഷാൽ ദീപാരാധനയ്ക്കനുബന്ധമായി വൈകിട്ട് 5:30 മുതൽ കൊട്ടിപ്പെരുക്കലിന്റെ താളമേള വിസ്മയം തീർക്കുന്ന ആൽത്തറമേളം അഥവാ പാണ്ടിമേളം അവതരിപ്പിക്കുന്നത് കറുകടം സന്തോഷ് മാരാർ പാർട്ടിയാണ്. തുടർന്ന് അന്ന് രാത്രി ഡിസംബർ 23 തിങ്കളാഴ്ച രാത്രി 7:30 മുതൽ വിവിധ കലാപരിപാടികളും, അന്ന് രാത്രി 11 മണിക്ക് തിരുവനന്തപുരം സർഗവീണയുടെ ബാലെ രുദ്രപ്രജാപതി അരങ്ങേറി. ഡിസംബർ 23 തിങ്കളാഴ്ചയാണ് കുറ്റിലഞ്ഞി ചക്കനക്കാവ് ശ്രീ ഭഗവതി ക്ഷേത്രത്തിൽ മുടിയേറ്റ് മഹോത്സവം. ശ്രീമദ് ദേവി ഭാഗവത നവാഹയജ്ഞത്തിന് ഇന്ന്
ദിനങ്ങളിൽ ദേവിയുടെ കീർത്തനങ്ങളും അപദാനങ്ങളും കൊണ്ട് ഭക്തിസാന്ദ്രമാകുന്ന ഈ ക്ഷേത്രാങ്കണത്തിൽ നമ്മുടെ ശ്രീമദ് ദേവി ഭാഗവത നവാഹയജ്ഞത്തിന് ആചാര്യായി ലഭിച്ചിരിക്കുന്നത് റിട്ടയർഡ് പ്രിൻസിപ്പൽ ശ്രീമതി പത്മജ തമ്പുരാനാണ്. ശ്രീമതി പത്മജ തമ്പുരാനെ ആചാര്യവർണ്ണം നടത്തി സന്തോഷവർഷം നമ്മുടെ ആചാര്യായി ശ്രീമതി പത്മജ തമ്പുരാനെ സ്വീകരിക്കുന്നു. അടുത്തതായി സഹ ആചാര്യന്മാരായ ശ്രീ സന്തോഷ് കുമാർ ചുള്ളപ്പുള്ളം അദ്ദേഹത്തെയും ശ്രീകുമാരൻ നമ്പൂതിരിയെയും ആദരിക്കുന്നു. സന്തോഷ് കുമാറിനെയും ശ്രീ സുനിൽകുമാറിനെയും ക്ഷണിക്കുന്നു. അടുത്തതായി ആദരിക്കുന്നത് ശ്രീ ശ്രീകുമാരൻ. തസ്മൈ പ്രിയശ്ച ഭഗവാൻ സ്യമന്തകമണീം സതവും സതം വിഭ്രമണീം കണ്ഠേ ദ്വാരകാമജഗമാമഹാം ദൃഷ്ട്വാദം തേജസാ ഭ്രതാം
മതാദിത്യം പുരോഗസാം കൃഷ്ണമുച്ചു സമഭ്യേദ സുധർമായാവരസ്ഥിതം യേശ ആയാതി സവിത നിതൃക്ഷസ്ത്വാം ജഗത്പദേ ശ്രുത്വാ കൃഷ്ണസ്തു തദ്വചം രഹസ്യോ വാചസം സദീം സവിധാനൈഷം ഭോപാല സത്രാ ധരാത്മജായ നമഃ. ഓം അഗ്നേശായ നമഃ. ഓം അഗ്നിനയനായ നമഃ. ഓം അനംഗമദനാദരായ നമഃ. ഓം ദുഷ്ടഗ്രഹാധിപായ നമഃ. ഓം ശ്രീശായ നമഃ. ഓം ശിഷ്ടരക്ഷനായ നമഃ. ഓം വരദേ നമഃ. ഓം വരദായ നമഃ. ഓം വായുവാഹനായ നമഃ. ഓം വജ്രായ നമഃ. ഓം ഖണ്ഡവാണായ നമഃ. ഓം വജ്രഹസ്തായ നമഃ. ഓം ബാലോദ്ധായ നമഃ. ഓം വിലോകജ്ഞായ നമഃ. ഓം അവികലായ നമഃ. ഓം പുഷ്കലായ നമഃ. ഓം വൃത്തഭാവനായ നമഃ. ഓം പൂർണ്ണഭാവായ നമഃ. ഓം പുഷ്കലേശായ നമഃ. ഓം പാശാസ്തായ നമഃ. ഓം ഭയാവഹായ നമഃ. ഓം ഫട്കാരൂപായ നമഃ. ഓം പാപഘ്നായ നമഃ. ഓം പാഷണ്ഡരുധിരാശനായ നമഃ. ഓം പഞ്ചപാണ്ഡവതന്ത്രായ നമഃ. ഓം പരമജ്ഞാനരാശനായ നമഃ. ഓം പഞ്ചവക്രസുതായ നമഃ. ഓം പൂജ്യായ നമഃ. ഓം പണ്ഡിതായ നമഃ. ഓം പരമേശ്വരായ നമഃ. ഓം ഭവത്രാവസന്മനായ നമഃ. ഓം ഭക്താഭീഷ്ടപ്രദായായ നമഃ. ഓം നവനയേ നമഃ. ഓം കവിനാധിപായ നമഃ. പ്രദീപജ്വാലാഭി ദിവസകര നീരാജനവിധി
സുധാസൂദേ ചന്ദ്രോപലജലലവൈ അർഘ്യരചനാ സ്വകീയൈ അംഭോഭി സലിലനിധി സൗഹിത്യകരണം ത്വദീയാഭി വാഗ്ഭി തവ ജനനി വാചാം സ്തുതി ഇയം. അമ്മേ നാരായണ എന്നു കേട്ടാൽ താമസം കൂടാതെ ഓടിയെത്തും കുറ്റിലഞ്ഞിക്കേകനാഥയായി ചക്കന കാവിലൻ അമ്മയായി. അമ്മേ നാരായണ എന്നു കേട്ടാൽ താമസം കൂടാതെ ഓടിയെത്തും. കൈലാസനാഥന്റെ പുത്രിയായി ശ്രീഗൗരി തന്നവതാരമായി. കൈലാസനാഥന്റെ പുത്രിയായി ശ്രീഗൗരി തന്നവതാരമായി. അറുമുഖ വിഘ്നേശ സോദരനായി കലിയുഗ വരദാനം പെങ്ങളായി. അമ്മേ നാരായണ എന്നു കേട്ടാൽ താമസം കൂടാതെ ഓടിയെത്തും. ദാരികന് നീയോ അന്ധകയായി സേവിപ്പവർക്കു നീ വരദാനമായി. ദാരികനു നീയോ അന്ധകയായി സേവിപ്പവർക്കു നീ വരദാനമായി. ശക്തേയ ചൈതന്യമായി എന്നും കുറ്റിലഞ്ഞിക്കര കാത്തിടുന്നു. അമ്മേ നാരായണ എന്നു കേട്ടാൽ താമസം കൂടാതെ ഓടിയെത്തും. വ്യാധികളാദികളുണ്ടാകുമ്പോൾ നിന്നെ ഞാൻ വല്ലാതെ ഓർത്തുപോകും. വ്യാധികളാദികളുണ്ടാകുമ്പോൾ നിന്നെ ഞാൻ വല്ലാതെ ഓർത്തുപോകും. എല്ലാം അറിയുന്ന അമ്മയപ്പോൾ കരപരിലാളനം നൽകിയിടുന്നു. അമ്മേ നാരായണ എന്നു കേട്ടാൽ താമസം കൂടാതെ ഓടിയെത്തും. ലളിതാ സഹസ്രനാമം ജപിക്കാം ഭാഗവതം പാരായണവുമാവാം. ലളിതാ സഹസ്രനാമം ജപിക്കാം ഭാഗവതം പാരായണവുമാവാം. എപ്പോഴും എൻ്റെ മനസ്സിനുള്ളിൽ നിൻ രൂപം മായാതെ തോന്നിക്കണേ. അമ്മേ നാരായണ എന്നു കേട്ടാൽ താമസം കൂടാതെ ഓടിയെത്തും. മുജ്ജന്മ പാപങ്ങളെല്ലാം നീക്കി ഈ ജന്മം ധന്യമായി തീർന്നിടുവാൻ. മുജ്ജന്മ പാപങ്ങളെല്ലാം നീക്കി ഈ ജന്മം ധന്യമായി തീർന്നിടുവാൻ. ചിന്താദോഷി കസ്മാത്വം ദൈവായനമുദസ്വമേ. വ്യാസോവാച അവത്രസ്യ ഗതിർനാസ്തി ന സുഖം മാനസേ തദാം തദർത്ഥം ദുഃഖിതശ്ചാഹം ചിന്തയാമി പുനഃ പുനഃ തപസാ തേഷയാമുദ്യാം കം ദേവം വാജിതാഫലം ഇതി ചിന്താതുരോ സുഹൃദ്യ താമഹം ശരണം ദദാം. സർവജ്ഞോഷി ഭവശ്രേഷ്ഠം തദായാശു കൃപാനുജേ കം ദേവം ശരണം യാമി യോ മേ പുത്രം പ്രസാദാസ്യതി. സുധാകാലേ ശിശുവേ പുത്രമുത്തമം സുദർശനാഭിധം പുത്രം രാജരക്ഷണ സംയുതം ലീലാവതൃപ്തിതത്പത്നി മാസേനൈകേന ഭാവി ശിശുവേ സുന്ദരം പുത്രം ശുഭേ പക്ഷേ ദിനേ തഥാം ചകാര നിപതിസ്തത്ര ജാതകർമാദികം ദ്വയോം തതോ ദാനാനി വിപ്രേഭ്യ പുത്രജന്മ പ്രമോദിതാം. പ്രീതിം തയോ സമാപ്രാജ ചകാര സുതയോ നൃപാം ഋവശ്ചകാര സൗഹാർദ്ദം കഥാചനാം. ചൂടാകർമ്മ തയോശ്ചക്രേ വിധിനാസപ്തമാ യഥാ വിഭോ നിവാസൗ പ്രീതിയുക്ത പരന്തമാ.
कृतचूडो सुतौ कामं जहत्तु नृपतेर्मना क्रीडमाना उभौ तन्तु लोकानामनुच्चतौ ततो तयो सुदर्शन ज्येष्ठा वीर्यावत्या सुदर्शुवा शत्रुजित् सत्नगत्कामं चरुवाक्यो बभूवः नृपते प्रीतिजनको मञ्जुवाक्चारुदर्शन साचते यादाविरोधतच्छ्रुत्वा जगामावगहनेवने तपश्चकार असमन्तो गङ्गानेन कारणात् तपकृत्वा लक्षवर्षममाराकालयोगदः अंशुमान्तस्य तनयः गङ्गानेन कारणात् तपकृत्वा लक्षवर्षं ममाराकालयोगदः भगीरथस्तस्य पुत्रो महाभागवतं श्रुति वैष्णवो विष्णुभक्तश्च गुणवान् अजरामर तपकृत्वा लक्षवर्षं गङ्गानेन कारणात् ददर्श कृष्णं ग्रीष्मस्थं सूर्यकोटिसमप्रभम् विभुजं मुरलीहस्तं किशोरं गोपवेशिनं गोपालसुन्दरीरूपं भक्तानुग्रहरूपिणं स्वेच्छामयं परं ब्रह्म परिपूर्णतमं प्रभो ब्रह्म विष्णुशिवाद्यैषा सुधां विगणैर्प्रदां निर्लिप्तं साक्षिरूपं च निर्गुणं प्राकृतं परा ईषद्हास्य प्रसन्नाख्य भक्तानुग्रहकारण मन्विशुद्धां शुकाधान यज्ञभूषणभूषितां पुष्टावपुष्टानुपदे प्रणम्या च पुनः लीलया च पदं प्रापावाञ्छितं वंशकारण कृत्वा च कमलं दिव्यं पुलकाङ्गितमद्विग्रहः श्रीभगवानुवाच भारतं भारतीशावागच्छ शीघ्रं सुरेश्वरी सकलस्य सुधान् सर्वान् पुत्रान् कुरु ममाज्ञया तत्स्पर्शवायुना पूदा यास्यन्ति मम मन्दिरं विभ्रति मम मूर्ति च दिव्यस्यन्दनगामिनः मत्पाशरा भविष्यन्ति सर्वकालं निरामया समुच्छिद्य कर्मभोगान् कृतान् जन्मनि जन्मनि कोटिजन्मादिनं पापं भारते यत्कृतं नृभे गङ्गाया वातस्पर्शेन नश्यतीति शुद्धं स्पर्शना दर्शना देव्या पुण्यं दशगुणं तदा मौसलस्नानमात्रेण सामान्यदिवसे नृणाम् शतकोटिजपज्ञानं नश्यतीति शुद्धौ स्मृतशुद्धं यानि यानि च पापानि ब्रह्महत्यादिकानि च जन्मसङ्ख्यादिकान्येव कामतोऽपि च तानि सर्वाणि नश्यन्ते मौसलस्नानतो नृणाम् पुण्याः स्नानतः पुण्यं वेदानेव वदन्ति च किञ्चित् वदन्ति ते विप्राफलमेव यथागमं ब्रह्म विष्णुशिवाभ्यश्च सर्वं नैव वदन्ति च सामान्यदिवसस्नानसङ्कल्पं शृणु सुन्दरे पुण्यं दशगुणं चैव मौसलस्नानतः फलं तदस्त्रिंशद्गुणं पुण्यं व्यभिसङ्क्रमणे दिने अमायां चापि तत्तुल्यं द्विगुणं दक्षिणायने ततो दशगुणं पुण्यं नराणाम् उत्तरायणे चातुर्मास्यां पौर्णमास्याम् अनन्तं पुण्यमेव च अक्षयायां च तत्तुल्यं चैतन्येदुरूपिता असङ्ख्यपुण्यफलदे फलदम् एतेषु स्नानदायकं सामान्यदिवस्नानदानात् चतुर्गुणफलम् मन्वन्तराभ्यायां तिथौ युगाभ्यायां तथैव च माघस्यासिदसप्तम्यां भीष्माष्टम्यां तथैव च अशोकाष्टम्यां च नवम्यां च तथा करे ततोऽपि द्विगुणं पुण्यं नन्दायामेव दुर्लभं दशहरादशम्यं तु युगाद्यादिसमं फलात् नन्दासमं च वारुण्यां महत्पूर्वे चतुर्गुणा तदा चतुर्गुणं पुण्यं विमहत्पूर्वकेशरे पुण्यं कोटियुगं चैव सामान्यस्नानपूर्यत चन्द्रोपरागसमये सूर्ये दशगुणं च तदा पूर्णार्कोदये काले तदशतगुणं फलम् इत्येवमुक्त्वा देवेशो विररामा तपतटो पुरः तमुवाच ततो गङ्गाभक्तिनम्रान् अकण्ठरा गङ्गोवाच यामि चेत् भारतं नाथ भारती शापदपुरा तवाज्ञया च राजेन्द्र तव साथैव
दास्यन्ति पापिनो मह्यं पापानि यानि कानि च तानि मे केन नश्यन्ति तमुपायं वद प्रभो कतिकालं परिमितं स्थितिर्मे तत्र भारते कदा यास्यामि देवीश तद्विष्णो परमं वद मम अन्यद्वाञ्छितं यद्यद् सर्वं जानाति सर्वविद सर्वान्तरात्मं सर्वज्ञातमुपायं वद प्रभो श्रीभगवानुवाच जानामि वाञ्छितं गङ्गे तव सर्वं सुरेश्वरे पतिते द्रवरूपाय लवणोदो भविष्यति सा ममांसस्वरूपच्च त्वं च लक्ष्मीस्वरूपिणी विदग्धाय विदग्धेन सङ्गमो भवान्भुवि यावत्य सन्ति नद्यश्च भारत्याद्यश्च भारते सौभाग्यात् त्वं च तासेव लवणोदस्य सौर्यदे अद्य प्रभृतिदेवेशि कले पञ्चसहस्रकं वर्षं स्थितिस्ते भारत्य शापेन भारते भुवे नित्यं त्वद्धिना साकं करिष्यसि रघोरजं त्वमेव रसिका देवी रसिकेन्द्रेण संयुधा त्वां स्तोष्यन्ति च स्तोत्रेण भगीरथ तां स्तोष्यन्ति च स्तोत्रेण भगीरथकृतेन च भारतस्था जनाः सर्वे पूजयिष्यन्ति भक्तितः कण्वशाखोक्तध्यानेन ध्यात्वा त्वां पूजयिष्यति यस्तौति प्रणमे नित्यं सोष्यमेधफलं लभेद गङ्गागङ्गेरियो ब्रूयाद योजनानां शतैरवे सुरसिद्धमुनीश्चन्द्र निश्चय इन्द्र यथार्थ संविदं सदा तपस्वी मौलिनीजल भ्रमरश्रेणि संविदं मुक्तिपदं मुक्तानां कामिनां सर्वभौपदं परामरेण्यां फलदां भक्तानुग्रहकारिणीं श्रीविष्णोपरद्धात्रीं च भजे विष्णुपदीं सदीं इत्येनैव ध्यानेन ध्यात्वा त्रिपदां शिवम् दत्त्वा सम्पूर्णे ब्रह्मन् विचाराणि षोडश आसनं पातिवर्त्यं च स्नानीयं चावेदनं धूपं दीपं च नैवेद्यं ताम्बूलं शीतलं जलं वसनं भूषणं माल्यं गन्धमात्मनीयकं मनोहरं सुतर्कं च येनान्येतानि षोडश देयान्येत्यानि षोडश दत्त्वा भक्ताजप्रणमे संस्तूयस्थं सावित्रीवाच प्रयान्धेश्वरमन्यं च येनैव कर्मणायमा मानवा पुण्यमनदश्च तन्मयचारुमर्हसि धर्मराजोवाच अन्नदानं च विप्राय करोति भारते अन्नक्रमावर्षं च शिवलोके महीयते अन्नदानमहादान अन्येभ्योऽपि करोति यः अन्नदानक्रमं च शिवलोके महीयते अन्नदानात् परं दानं न भूतं न भविष्यति नात्र पात्रपरीक्षस्यान्न कालनियमत्वजिं देवेभ्यो ब्रह्मणेभ्यो त्वा ददाति चासनं यदि महीयते विष्णुलोके क्षामामेदं सतीं यो ददाति च विप्राय देव्यां धेनुं वयस्वीं तल्लोलमानवर्षं च विष्णुलोके महीयते चतुर्गुणं पुण्यगिरे तीर्थे शतगुणं फलं दानं नारायणक्षेत्रे फलं कोटिगुणं भवेन् गाम्यो ददाति विप्राय भारते भक्तिपूर्वं वर्षाणामेवं चैव चन्द्रलोके महीयते यस्योभयं दानं करोति ब्राह्मणायजं तल्लो मम वर्षं च विष्णुलोके महीयते यो ददाति ब्राह्मणाय श्वेतच्छत्रं मनोहरं वर्षाणामेवं देवनावे विप्राय पीडिताङ्गाय वस्त्रयुग्मं ददाति च महीयते वायुलोके वर्षाणामेवं सति दो ददाति ब्राह्मणाय सालग्रामं सवस्त्रकं महीयते स वैकुण्ठे यावच्चन्द्रदिवाकरं यो ददाति ब्राह्मणाय दिव्यां शय्यां मनोहरं महीयते चन्द्रलोके यावच्चन्द्रदिवाकरो यो ददाति प्रदीपं च देवेभ्यो ब्राह्मणाय च यावन्मन्यं सोऽपि लोके महीयते करोति यजदानं च यदि प्रायभावे यावदिन्द्रो नरस्तव इन्द्रस्य आकासने वसेन् यो भारतेयोश्वदानं च करोति ब्राह्मणाय च मोहदेवारुणे लोके यावन्मन्यं सति प्रकृष्टां शिबिकां योगी ददाति ब्राह्मणाय च मोहदेवारुणे लोके यावद्विन्द्राचतुर्दश प्रकृष्टां वाडियां योगी ददाति ब्राह्मणाय च महीयते वासुलोके यावन्मन्यं सति यो ददाति विप्राय व्यजनं स्वदरामलं महीयते वायुलोके वर्षाणामेवं आनन्दं
योगदान चिरंजीवी भवत्सुदी नराग्रहीता दौचा सुध्वं वैकुण्ठगामिनो एक सततं श्री हरेर्नाम आर्धे योजवेन्नरा स एव जीवी च ततो वृत्तिपरायणे यो नरो भारते वर्षे दोलनङ्गारे श्री बुधमारति शेषे जीवन्मुक्तो भवेन्नरा इह लोके सुखं भुक्त्वा यातन्ते विष्णुमन्दिरं निश्चितं नमसे तत्र शतमन्वन्तरावति शतो मन्वन्तरावति फलमुत्तरभिन्यां ततोऽपि कृपणं भवेन् कल्पानजीवी स भवेदित्याह कवलोद्भवं तिलदानं ब्राह्मणाय यतरोर्भाग्यभारते तिलप्रमाणवर्षं च उपदेशो मन्दिरे ततः सुयोनिं सम्प्राप्य चिरञ्जीवी भवेत्सखी ताम्रपत्रस्य जाने द्विगुणं सफले फलं भवेत् सालङ्कृतां च भोग्यां च सहस्रां सुन्दरीं प्रियां योगदादिब्राह्मणाय भारतेजमोपदेशकां महीयते चन्द्रयोगे याव इन्द्रा च पुरुषा तत्र स्वकेशिया सात्तं भगवते च दिवानिशं ततो गन्धर्वलोके च प्रसामामयबन्धुं दिवानिशं तोद्वेन च वैश्या सममोदये ततो जन्मसहस्रं च प्राप्नोति सुन्दरीं प्रियं सदीं सौभाग्ययुक्तां च कर्मणां देवानि प्रकृदादिफलं च ब्राह्मणाय च योगः फलप्रमाणवर्षं च शुक्रलोके महीयते पुनः सुयोनि सम्प्राप्य फलदे लभदे सुदोत्तमं सफलानां च वृक्षाणां सहस्रं च प्रशंसितं केवलं फलदानां ब्राह्मणाय ददात्य सुधिरं सर्ववासं च कृपयायान्त्यभारते नानाद्रव्यसमायुक्तं नानासस्यसमन्वितं ददाति यश्च लोकाय भारते विवृतं सुरलोके वसत्सौरि यमन्मन्यन्तरं शतं ततस्तु योनिं सम्प्राप्य सा महाफलान् भवेत् यो धनसन्ध्या संयुक्तां भूमिं च ऋजनां श्री ददाति भक्तिक्रिया प्रत्यायुक्ताय पुण्यक्षेत्रे च भारते महीयते वैकुण्ठे मन्वन्तरशतं ध्रुवं पुनः सुयोनिं सम्प्राप्य भूमिभो भवेन् तं न त्यजति भूमिश्च जन्मनां शतकं श्रीमान् सक्रमां सेव तत्र वंशप्रदेशुर यो व्रजं च प्रकृष्टं च ग्रामं नित्या द्विजायः च यक्षमन्यन्तरं चैव वैकुण्ठे समन्विते पुनः सुयोनि सम्प्राप्य ग्रामरक्षसमन्वितं स्नग्धापि च तं पृथ्वी जन्मनां वृक्षमेव च सुप्रजं च प्रकृष्टं च पक्वसस्यसमन्वितं नानापुष्करणि वृक्षफलवती समन्वितं नगरं च प्रायः भूमि महीयते कैलासे दशलक्षेन्द्रकालकं पुनः सुयोनि सम्प्राप्य राजेन्द्रभारते भूय नगराणां विहितं च संशया धरातं न जहात्येव जन्मनामेकं ध्रुवं परमैष्येति संयुक्तो भवेदेव महीयते नगराणां च शतकं देशं यो हि द्विजातये सुदृष्टं मध्यदृष्टं प्रजायुक्तं ददात्य वाबीजरागसंयुक्तं नानावृक्षसमन्वितं महीयते स्वयंते कोटिमन्वन्तरावधि पुनः सुयोनि सम्प्राप्य जम्बूद्वीपपदे भवेत् परमैश्वर्यसंयुक्तो विधाशक्रस्तभूयि महीयुतं च जानत्येव जन्मनां कोटिमेव च कल्पान्धजीवी स भवत् राजराजेश्वरो महान् स्वाधिकारं समग्रं च यो तदा विद्यातये चतुर्गुणं फलं चाते भवत्यसनसंशय जम्बुद्वीपं यो ददाति ब्राह्मणाय तपस्विने फलं शतगुणं चाते भवत्यसनसंशय जम्बुद्वीपो महीनादो सर्वदुर्गानि सेवितु सर्वेषां तपसां कर्तुं सर्वेषां वासदायः सर्वदा प्रदातुश्च सर्वसिद्धेश्वरेश्वर अस्ति वेद्य पुनरावर्तेन तस्य महेषु असङ्ख्यक्रमां पावन् पश्यन्ति भुवनेषु निवसन्ति मयोद्वीपे श्रीदेव्या परमेवते देवी मन्द्रोपासकश्च विहाय मानवीयन्तनुं विभूतिं दिव्यरूपां च जन्मं गुजराः लब्ध्वा देवस्य सालोकं देवी सेवां च कुर्वते पश्यन्ति देवमयोद्वीपे सगन्धं लोकसंशयं नश्यन्ति देवासक्ताश्च विहाय च मानवीयन्तनुं विभूतिं दिव्यरूपां च जन्मं गुजराः कार्तिके तुलसीकरणं करोति हरये च अर्चया युगत्रय प्रमाणं च मधुदेव मन्दिरे पुनः सुयोनि सम्प्राप्य हरिभक्तिं धोयत्वं जितेन्द्रियाणां कवर स भवेत् भारते भूयि मध्ये स्नानगङ्गायां ब्रह्मदेवाय युगे षष्टिसहस्राणि मधुदेव मन्दिरे पुनः सुयोनि सम्प्राप्य विष्णुमन्दिरं त्यक्त्वा मनसन्देहं पुनः व्याधिरेवं नास्ति तत् पुनरावत् वैकुण्ठाश्च महीपते करोति गिरिदासं च तथा सारूप्यमेव च नित्यस्नाने च गङ्गायां
सबूत सूर्यो भूमि पदे पदे अश्वमेधस्य रवदयनिस्तमनं तस्यैव पादरदा सद्य पूजा सुन्दरान् पुनः सूर्योऽयं सम्प्राप्य हरिभक्तिं धर्मं जीवन्मुक्तो वितेजस्वी तपस्वी प्रवरोद्भवे सदर्मदर्शितो विद्वांसस्य जितेन्द्रिय येन कर्कटयोः मध्ये रथं तपदि भास्करम् आर्धोयो ददात्येव जलमेव सुवासिनं समोदये कैत्यदयासे यावद् चतुर्दश पुनः सूर्योऽयं सम्प्राप्य सर्वमांसु सुखी भवेन् शिवभक्तच्छते यस्वी वेदपदार्थवारा वैशाखे सत्तुदानं चय करोति विजातये सत्तुरेण प्रमादं महोदय शिवमन्दिरे करोति भारते हि कृष्णजन्माष्टमी व्रतं सदजन्मव्रतं भावं चिदेनाथसंशय वैकुण्ठे महोदये सौरि यावत् इन्द्राचतुर्दशा पुनः सूर्योऽयं सम्प्राप्य कृष्णे भक्तिं निवेदयन् इह एव भारते वर्ष शिवरात्रिं करोति मोदते शिवलोके सप्तमन्यन्तरावधि शिवाय शिवरात्रि दिव्योत्तरं ददाति पुत्रमानयितं तत्र मोदते शिवमन्दिरे पुनः सूर्योऽयं सम्प्राप्य शुभक्तिं निवेदयन् विद्यावान् पुत्रवान् श्रीमान् प्रजावान् भगवान् भवेत् चैत्रमासमध्ये शङ्करं यो अर्चये द्रौपदी करोति नर्तनं कृत्या द्वादशं मासं वा दशसप्तदिनाञ्जान् दिनमानम् इदं सोऽपि शिवलोके मन्दिरे श्रीरामनवमी योगी करोति भाग्यं सप्तमन्दिरयावन् शिवमन्दिरे पुनः सूर्योऽयं सम्प्राप्य रामभक्तिं निवेदयन् जितेन्द्रियाणि सर्वप्रवरो महाश्रद्धावान् भवेत् व्यासादीय महाबुधां ग्रन्थे करोति महेशे छागरे रमेशै खड्गभेदादिभिः सदि नैवेद्यरूपहारैश्च धूपादिदीपादिभिस्तदां नृत्यगीतादिभिर्वाद्य नानाकौतुकमङ्गलं शिवलोके वसत्सोऽपि सप्तमन्दिरावधि पुनः सूर्योऽयं सम्प्राप्य अधोभूतीकृतकला अतुला श्रीमाप्नोति पुत्रवत्तरीं महाप्रभाम् उपयुक्तश्च यजवासी समन्वितान् राजराजेश्वरस्योऽपि भवेदेव संशयान् तदशुक्लाष्टमीं प्राप्य महालक्ष्मीं च योजयन् नित्यं भक्त्या पक्षमेव पुण्यक्षेत्रेण भारते तत्त्वा तस्य उत्कृष्टानि सोपचाराणि षोडशान् गोलोके च वसन्तोऽपि यवदिन्द्राचतुर्दश पुनः सूर्योऽयं सम्प्राप्य राजराजेश्वरो कार्तिकीपूर्णिमायां च कृत्वात्तरासमङ्गलं गोपानां शतकं कृत्वा गोपीनां शतकं तथा शिलायां पूर्णिमायां च श्रीकृष्णं राधया सह आर्धपूजयेत्य भुजाराणि षोडशान् गोलोके वसदेशोऽपि यावद्वै ब्रह्मवय आरदन्दागत्य कृष्णे भक्तिं निवेदयन् क्रमेण सुधां भक्तिं यथा मङ्गलं हरेः देहं त्यक्त्वा च गोलोकं वन्दे अवयात् सः तत्र कृष्णस्य सारूप्यं पार्षदप्रलोभन् पुनस्तत्परणं नास्ति वेदान्तिहरोभन् शुक्लाव्याप्यथवा कृष्णां करोति एकादशीं तया वैकुण्ठे मोदते सोऽपि यावद्वै ब्रह्मवयं भारतपुण्यरागत्य कृष्णभक्तिं निवेदयन् क्रमेण भक्तिं सुधा करोत्येकां हरेरथां देहं त्यक्त्वा च गोलोकं पुनरेवयात् सः तथा कृष्णस्य सारूप्यं सम्प्राप्य पार्षदोभयम् पुनस्तत्पतनं नास्ति विरामतिरो भवेन् भद्रे च शुक्लद्वादश्यां यच्चक्रं पुनयेच्च पूजयन्नरः यश्चक्रं पूजयन्नरः षष्टिवर्षसहस्राणि शुक्रलोके महीयते षष्टिवर्षसहस्राणि शक्रलोके महीयते देवालय सङ्क्रान्त्य सप्तम्यं शुक्रवर्षे पठते सम्पूज्यार्थं मनुष्यान्नं यत्करोति कवार्थे महीयते स्वार्थलोके यावदिन्द्राचतुर्दश भारतमन्दिरागत्य च योगी श्रीदेवे भवन् ज्येष्ठकृष्णचतुर्दश्य सावित्रीभूति पूजयन् महीयते ब्रह्मलोके सप्तमन्दिरावधि पुनः मही समागत्य क्रम श्रीमहात्मूलविक्रमां जयन्ती भवत्सोऽपि ज्ञानवान् सम्प्रदायः माघस्य शुक्रपञ्चम्यां पूजयते सरस्वतीं संयुतो भक्तितो कृत्वा उपचाराणि षोडश महीयते मन्दिरे यावत् ब्रह्मदेवान् सम्प्राप्य पुनर्जन्म स भवेत् कल्पयितः गां सुवर्णादिलं योगी ज्ञानायतदास्य नित्यं जीवनपर्यन्तं भक्तियुक्तस्य भारते भवामः प्रमाणार्थं जगन्मनुष्यमन्दिरे मोदरे हरणासार्थं क्रीडाकौतुकमङ्गलं वदन्ते पुनरागत्य राजराजेश्वरो भवन् श्रीमान् च पुत्रवान् युद्ध धनवान् सहोदरस्यः भोजयेभ्यो विष्टानं
ब्राह्मणेश्वरालये विप्रलोकप्रमाणार्थं मधुरेश्वरमन्दिरे तथा पुनरिहात्यत्या सती च धर्मान् भवेन् विद्वान् सुजयजीवी च विद्यान् सुजयजीवी च श्रीमान् वन्दे मन्दवचस्त्रीणां पादरेष्मभीष्णशं यस्यं हरिगतो गीतं पुनाभिभुवनत्रयम् ഇത് ഉദ്ധവര് വ്രജസ്ത്രീകളെ കാണാനെത്തുമ്പോൾ ഗോപിമാരെ കാണാനെത്തുമ്പോൾ ചൊല്ലുന്ന ശ്ലോകമാണ്. അവരുടെ ഭക്തി കണ്ടിട്ട് ഞാൻ അത് കടമെടുത്താണ്. ശ്രീമദ് ഭാഗവതത്തിൽ 47 അധ്യായത്തിലെ 63 ശ്ലോകമാണ് ദശമസ്കന്ധത്തിൽ. അത് കടമെടുത്തുകൊണ്ട് ഞാൻ പറയുകയാണ്. ചക്കന കാവലമ്മയുടെ തൃക്കൈ തേവരുടെ പവിത്രമായ കഥകളോടൊപ്പം കുറ്റിലഞ്ഞിയെ പവിത്രമാക്കുന്ന എന്റെ മാതാപിതാക്കളുടെയും മറ്റ് മാതൃ സമന്മാരായ ഭക്തജനങ്ങളുടെയും പാദസ്പർശമേറ്റ കുറ്റ്ലഞ്ഞി എന്ന പവിത്ര ഭൂമിയെ ഞാൻ നമിക്കുന്നു. ജാതിമതഭേദമന്യേ അമ്മയുടെ എല്ലാ മക്കൾക്കും ആരോഗ്യ സൗഖ്യവും മറഞ്ഞുപോയ പൂർത്തജന്മങ്ങളായ എല്ലാ ആത്മാക്കൾക്കും മോക്ഷം നൽകണമേ എന്ന് ഹൃദയവത്സരം പ്രാർത്ഥിക്കുന്നു. അമ്മേ മഹാദേവിയെ അനുഗ്രഹിക്കാൻ അമ്മയ്ക്ക് ഈ ഭാഗവത കീർത്തനോടൊപ്പം എന്റെ ഒരു കീർത്തനവും സമർപ്പിക്കുന്നു. സൂര്യനെ കൈവെടുത്തുകൊണ്ട് അർച്ചന ചെയ്യുന്നത് പോലെ അമൃതം പൊഴിക്കുന്ന ചന്ദ്രന് അമൃത ജലം കൊണ്ട് അർഘ്യം ചെയ്യുന്ന പോലെ സമുദ്രജലത്തിന് ജലം കൊണ്ട് തർപ്പണം ചെയ്യുന്നത് പോലെയാണ് അർത്ഥശൂന്യമായ എന്റെ കീർത്തനം. കാരണം അക്ഷര ബ്രഹ്മസ്വരൂപിയായ ദേവിയുടെ ആ മുതൽ ക്ഷാവരുടെ അക്ഷരങ്ങൾ മാത്രം ഉപയോഗിച്ചുള്ള കീർത്തനാണ് എന്റെ വിജയിക്കഴിഞ്ഞാൽ. അതുകൊണ്ട് അമ്മയിൽ നിന്ന് കടമെടുത്ത അക്ഷരങ്ങളോട് എഴുതിയ ഒരു സമർപ്പണം അത്രയേ ഉള്ളൂ. അമ്മേ നാരായണ എന്നു കേട്ടാൽ താമസം കൂടാതെ ഓടിയെത്തും. അമ്മേ നാരായണ എന്നു കേട്ടാൽ താമസം കൂടാതെ ഓടിയെത്തും. കുത്തിരഞ്ഞിക്കേടനാഥയായി ചക്കര കാവിലമ്മയായി. അമ്മേ നാരായണ എന്നു കേട്ടാൽ താമസം കൂടാതെ ഓടിയെത്തും. കൈലാസനാഥന്റെ പുത്രിയായി ശ്രീകാരി കന്യാവതാരമായി. കൈലാസനാഥന്റെ പുത്രിയായി ശ്രീകാരി തൻ അവതാരമായി. അറുമുഖ വിഘ്നേശ സോദരിയായി കലിയുഗവരദാനം പെങ്ങളായി. അറുമുഖ വിഘ്നേശ സോദരിയായി കലിയുഗവരദാനം പെങ്ങളായി. അമ്മേ നാരായണ എന്നു കേട്ടാൽ താമസം കൂടാതെ ഓടിയെത്തും. ദാരികനീയോ അന്തരയായി സേവിപ്പവർക്കു നീ വരദാനമായി. ദാരികനീയോ അന്തരയായി സേവിപ്പവർക്കു നീ വരദാനമായി. ശക്തയ ചൈതന്യമായി എന്നും കുത്തിരഞ്ഞിക്കര കാത്തിടുന്നു. അമ്മേ നാരായണ എന്ന് കേട്ടാൽ താമസം കൂടാതെ ഓടിയെത്തും. വ്യാധികൾ ഏറിടുമ്പോൾ പിന്നെ ഞാൻ വല്ലാതെ ഓർത്തുപോകും. വ്യാധികൾ ഏറിടുമ്പോൾ നിന്നെ ഞാൻ വല്ലാതെ ഓർത്തുപോകും. എല്ലാം അറിയുന്ന അമ്മയപ്പോൾ കരപരിയാളനേടുന്നു. എല്ലാം അറിയുന്ന അമ്മയപ്പോൾ കരപരിയാളനേടുന്നു. അമ്മേ നാരായണ എന്ന് കേട്ടാൽ താമസം കൂടാതെ ഓടിയെത്തും. ലളിതാ സഹസ്രനാമം ജപിക്കാം ഭാഗവതം പാരായ
മുജ്ജന്മ പാപങ്ങളെല്ലാം നീക്കി ഈ ജന്മം ധന്യമായി തീർന്നിടുവാൻ. മുജ്ജന്മ പാപങ്ങളെല്ലാം നീക്കി ഈ ജന്മം ധന്യമായി തീർന്നിടുവാൻ. എൻ മനസ്സിൽ എന്നും മായാതെ നീ പൊൻവിളക്കായി തെളിഞ്ഞിടണേ. അമ്മേ നാരായണ എന്നു കേട്ടാൽ താമസം കൂടാതെ ഓടിയെത്തും. എല്ലാ സമയവും നിന്നെ ഓർക്കാൻ നിൻ തിരുനാമമുറക്കെയോതാൻ. ചക്കനക്കാവിൽ വാഴും പരമേശ്വരി നിന്ദാസനാമെന്നെ കാത്തിടണേ. എല്ലാ സമയവും നിന്നെ ഓർക്കാൻ നിൻ തിരുനാമം ഉറക്കെയോതാൻ. എല്ലാ സമയവും നിന്നെ ഓർക്കാൻ നിൻ തിരുനാമം ഉറക്കെയോതാൻ. ചക്കനക്കാവിൽ വാഴും പരമേശ്വരി നിന്ദാസനാമെന്നെ കാത്തിടണേ. നിന്ദാസനാമെന്നെ കാത്തിടണേ. അമ്മേ നാരായണ എന്നു കേട്ടാൽ താമസം കൂടാതെ ഓടിയെത്തും. കുറ്റിയിലഞ്ഞിക്കേകനാഥയായി ചക്കനക്കാവിലെന്നമ്മയായി. അമ്മേ നാരായണ എന്നു കേട്ടാൽ താമസം കൂടാതെ ഓടിയെത്തും. അമ്മേ നാരായണ. പ്രദീപജ്വാലാഭി ദിവസകരനീരാജനവിധി സുധാസൂദേ ചന്ദ്രോപലജലലവൈ അർഘ്യരചന സ്വകീയൈ അംഭോഭി സലിലനിധി സൗഹിത്യകരണം ത്വദീയാഭി വാഗ്ഭി തവ ജനനി വാചാം സ്തുതി ഇയം. അമ്മേ നാരായണ എന്നു കേട്ടാൽ താമസം കൂടാതെ ഓടിയെത്തും. കുറ്റിയിലഞ്ഞിക്കേകനാഥയായി ചക്കനക്കാവിലൻ അമ്മയായി. അമ്മേ നാരായണ എന്നു കേട്ടാൽ താമസം കൂടാതെ ഓടിയെത്തും. കൈലാസനാഥന്റെ പുത്രിയായി ശ്രീഗൗരി തന്നവതാരമായി. കൈലാസനാഥന്റെ പുത്രിയായി ശ്രീഗൗരി തന്നവതാരമായി. അറുമുഖ വിഘ്നേശ സോദരനായി കലിയുഗ വരദാനം പെങ്ങളായി. അമ്മേ നാരായണ എന്നു കേട്ടാൽ താമസം കൂടാതെ ഓടിയെത്തും. ദാരികന് നീയോ അന്ധകയായി സേവിപ്പവർക്കു നീ വരദാനമായി. ദാരികനു നീയോ അന്ധകയായി സേവിപ്പവർക്കു നീ വരദാനമായി. ശക്തേയ ചൈതന്യമായി എന്നും കുറ്റിലഞ്ഞിക്കര കാത്തിടുന്നു. അമ്മേ നാരായണ എന്നു കേട്ടാൽ താമസം കൂടാതെ ഓടിയെത്തും. വ്യാധികളാദികളുണ്ടാകുമ്പോൾ നിന്നെ ഞാൻ വല്ലാതെ ഓർത്തു. അമ്മ എല്ലാ
ആശ്രയം. അമ്മേ നാരായണ ദേവി നാരായണ वन्दे मन्दरभजस्त्रीणां पादरेष्मभीष्मशं यस्यं हरिगतो गीतं पुनापि भुवनत्रयम्. ഇത് ഉദ്ധവര് വ്രജസ്ത്രീകളെ കാണാനെത്തുമ്പോൾ, ഗോപികമാരെ കാണാനെത്തുമ്പോൾ ചൊല്ലുന്ന ശ്ലോകമാണ്. അവരുടെ ഭക്തി കണ്ടിട്ട് ഞാൻ അത് കടമെടുത്താണ്. ശ്രീമദ് ഭാഗവതത്തിൽ 47-ാം അധ്യായത്തിലെ 63 ശ്ലോകമാണ് ദശമസ്കന്ധത്തിലെ. അത് കടമെടുത്തുകൊണ്ട് ഞാൻ പറയുകയാണ്. ചക്കന കാവലമ്മയുടെ തൃക്കൈ തേവരുടെ പവിത്രമായ കഥകളോടൊപ്പം കുറ്റിലയെ പവിത്രമാക്കുന്ന എന്റെ മാതാപിതാക്കളുടെയും മറ്റ് മാതൃ സമന്മാരായ ഭക്തജനങ്ങളുടെയും പാദസ്പർശമേറ്റ കുറ്റ്ലഞ്ഞി എന്ന പവിത്ര ഭൂമിയെ ഞാൻ നമിക്കുന്നു. ജാതിമതഭേദമന്യേ അമ്മയുടെ എല്ലാ മക്കൾക്കും ആരോഗ്യ സൗഖ്യവും മറഞ്ഞുപോയ പൂത്രജന്മങ്ങളായ എല്ലാ ആത്മാക്കൾക്കും മോക്ഷം നൽകണമേ എന്ന് ഹൃദയവസ്ത്രം പ്രാർത്ഥിക്കുന്നു. അമ്മേ മഹാദേവിയെ അനുഗ്രഹിക്കുന്ന നമ്മൾക്ക് ഈ ഭാഗവത കീർത്തനോടൊപ്പം എന്റെ ഒരു കീർത്തനവും സമർപ്പിക്കുന്നു. സൂര്യനെ കൈവിളക്കൊണ്ട് അർച്ചന ചെയ്യുന്നത് പോലെ അമൃതം പൊഴിക്കുന്ന ചന്ദ്രന് അമൃതജലം കൊണ്ട് അർഘ്യം ചെയ്യുന്നത് പോലെ സമുദ്രജലത്തിന് ജലം കൊണ്ട് തർപ്പണം ചെയ്യുന്നത് പോലെയാണ് അർത്ഥശൂന്യമായ എന്റെ കീർത്തനം. കാരണം അക്ഷര ബ്രഹ്മസ്വരൂപിയായ ദേവിയുടെ ആ മുതൽ ക്ഷാവുകളുടെ അക്ഷരങ്ങൾ മാത്രം ഉപയോഗിച്ചിട്ടുള്ള കീർത്തനാണ് എന്റെ വിജയിക്കഴിഞ്ഞാൽ. അതുകൊണ്ട് അമ്മയിൽ നിന്ന് കടമെടുത്ത അക്ഷരങ്ങളോട് എഴുതിയ ഒരു സമർപ്പണം അത്രയേ ഉള്ളൂ. അമ്മേ നാരായണ എന്നു കേട്ടാൽ താമസം കൂടാതെ ഓടിയെത്തും. അമ്മേ നാരായണ എന്നു കേട്ടാൽ താമസം കൂടാതെ ഓടിയെത്തും. കുത്തിരഞ്ഞിക്കേടനാഥയായി ചക്കര കാവിലമ്മയായി. അമ്മേ നാരായണ എന്നു കേട്ടാൽ താമസം കൂടാതെ ഓടിയെത്തും. കൈലാസനാഥന്റെ പുത്രിയായി ശ്രീഗൗരി കന്യാവതാരമായി. കൈലാസനാഥന്റെ പുത്രിയായി ശ്രീഗൗരി തൻ അവതാരമായി. അറുമുഖ വിഘ്നേശ്വരി
സോദരിയായി കലിയുഗ